പറയാറുണ്ട് ചില നിഴലുകൾ ഒരിക്കലും മരിക്കാറില്ലെന്ന്. അവർ കാത്തുകൊണ്ടിരിക്കുമത്രേ, അതും ഒരുപാട് നൂറ്റാണ്ടുകൾ. ഇരുട്ടത്ത് ശാന്തമായി. പിന്നെ തിരികെ വരുമ്പോൾ ആരെങ്കിലും ഒരു സാധുവിന്റെ കണ്ണുകളിൽ അറിയാതെ വരുമെന്ന്, അല്ലെങ്കിൽ കുട്ടികളുടെ വിറയ്ക്കുന്ന വിരലുകളിൽ. ഒരമ്മ, അവർ തന്റെ കുഞ്ഞിനെ രക്ഷിക്കാനായി ശ്രമിച്ചു. ഒരു മുത്തശ്ശി സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. പിന്നെ ഒരു പ്രയർ, അതിപ്പോഴും ഗ്രാമത്തിന്റെ ചുമരുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. മൂലോക്. ഈ കഥ അങ്ങനെയുള്ള ഒരു രാത്രിയുടെ കഥയാണ്. മമതയും നിഴലും എതിരെതിരിൽ വന്നു. പക്ഷേ സത്യം പുറത്തു വന്നതുപോലെ ശരിക്കുമില്ലായിരുന്നു. സുമതി ഒരു സാധാരണ അമ്മയാണ്. അവർ തന്റെ വീട്ടിലിരുന്നു കൊണ്ട് മാവ് വരവുകയായിരുന്നു. അവരുടെ മകൾ ചവി കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഒരു പഴയ പേപ്പറിൽ ഡ്രോയിങ് വരികയായിരുന്നു. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുമതി ചിരിച്ചുകൊണ്ട് ചവിയെ നോക്കി. ചവി, ദേ നോക്കുമോളെ, രാവിലെ മുതൽ നീ ഒന്നും കഴിച്ചിട്ടില്ല. ദേ നോക്ക്, നിനക്ക് വേണ്ടി ഞാൻ രുചിയുള്ള റൊട്ടി ചെയ്യുകയാണ്. ചവി തന്റെ ഡ്രോയിങ്ങിൽ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോഴാണ് സുമതി വീണ്ടും അവളോട് പറഞ്ഞത്, ചവി, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കുന്നില്ലേ? നീ എന്താണ് വരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ചവി അവർ പറയുന്നത് ശ്രദ്ധിച്ചില്ല. ഇത് കണ്ടിട്ട് സുമതിക്ക് അല്പം വിഷമമായി. അവർ എണീറ്റ് വന്ന് ചവിയുടെ ഡ്രോയിങ് നോക്കി. കണ്ടതും അവർ ഞെട്ടിപ്പോയി. ചവി ഒരു ഭയങ്കരമായ രാക്ഷസന്റെ രൂപം ഡ്രോയിങ് ആയി വരികയായിരുന്നു. അതിന് കൂർത്ത കൊമ്പുകളുണ്ട്. അത് തന്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു. ഇത് എന്താണ് ചവി? ഇത് നീ എവിടെ വെച്ചാണ് കണ്ടത്? ചവിയുടെ മുഖത്ത് ഒരു റിയാക്ഷനും ഇല്ല. അവൾ വിറച്ചുകൊണ്ട് തന്റെ കൈ ചൂണ്ടി കഥകിനെ കാണിച്ചു. അദ്ദേഹം പുറത്ത് നിൽക്കുകയാണമ്മേ. അദ്ദേഹം രാവിലെ മുതൽ നമുക്ക് വേണ്ടി കാത്തുകൊണ്ടിരിക്കുകയാണ്. സുമതി വല്ലാതെ പേടിച്ചുപോയി. ഉടനെ അവൾ കഥകിനടുത്തേക്ക് ചെന്നു. പക്ഷെ അവൾക്ക് അവിടെ ആരെയും കാണാൻ സാധിച്ചില്ല. കഥകിൽ വ്യത്യാസമായ എന്തോ ഒരു അടയാളം ഉണ്ടായിരുന്നു. അത് കാണാൻ കാളയുടെ മുഖം പോലെയായിരുന്നു. അത് കണ്ട് സുമതി വല്ലാതെ പേടിച്ചു. കുറച്ചു സമയത്തിന് ശേഷം ഒരു വയസ്സായ അമ്മ കിണറിൽ നിന്നും വെള്ളം എടുക്കുകയായിരുന്നു. അവരുടെ മുഖം മഞ്ഞ നിറത്തിലായിരുന്നു. അവർ കിണറിൽ നിന്നും വെള്ളമെടുത്ത് പാനയിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോഴാണ് സുമതി വളരെ പേടിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഓടി വന്നത്. സുമതി, നീ എന്താ ഇത്ര പേടിച്ചിരിക്കുന്നേ? നീ എന്തിനാ ഇങ്ങനെ ശ്വാസം വലിക്കുന്നേ? അമ്മേ, ഞങ്ങളുടെ വീട്ടിന്റെ കഥകിൽ ആരോ ചുവന്ന നിറത്തിലുള്ള മഷി കൊണ്ട് ഒരു തലകീഴായ ത്രികോണവും അതിന് കൊമ്പുള്ളതുപോലെയും വരഞ്ഞിരിക്കുകയാണമ്മേ. മോളും വളരെ വ്യത്യാസമായി എന്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവളും അതേ രൂപം വരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ വയസ്സായ മുത്തശ്ശി ഞെട്ടി നോക്കി. അവരുടെ കയ്യിലുണ്ടായിരുന്ന കയർ വഴുതിപ്പോയി. നീ എന്താണ് പറഞ്ഞത്? തലകീഴായ ത്രികോണം, പിന്നെ കൊമ്പോ? ഇല്ല, അങ്ങനെ സംഭവിക്കരുത്. അവൻ തിരികെ എത്തിക്കഴിഞ്ഞു. ആരാണമ്മേ തിരികെ വന്നത്? എനിക്ക് തെളിയിച്ചു പറയോ? എനിക്ക് വളരെ പേടിയാകുന്നു. മൂലോക്. അവൻ ഈ ഗ്രാമത്തിലെ ഒരു പഴയ പിശാചാണ്. 30 വർഷങ്ങൾക്ക് മുൻപേ ഈ ഗ്രാമത്തിലെ കുട്ടികളെ അവൻ ചോദിച്ചു. അപ്പോൾ ഗ്രാമത്തിലെ ജനങ്ങൾ അവനെ അടിച്ചു വിരട്ടി. പക്ഷേ അവൻ ഒന്നും സംസാരിക്കില്ല. അവൻ തന്റെ ബലിയെ അന്വേഷിച്ച് തിരികെ വരുന്നതായിരിക്കും. ഇതൊക്കെ അന്ധവിശ്വാസമാണമ്മേ. പിശാചുകൾ കുട്ടികളെ ചോദിക്കുന്നത് ഇതൊന്നും നടക്കില്ല. ആരോ കളിക്കുകയാണമ്മേ. ഇത് കളിയൊന്നുമല്ല സുമതി. മൂലോക് എത്തിക്കഴിഞ്ഞു. അവൻ നിന്റെ വീടിന്റെ വാതിൽക്കൽ വരെ വന്നിരിക്കുകയാണ്. നിന്റെ മോളെ രക്ഷിക്കണമെങ്കിൽ നീ രക്ഷിച്ചോ, അല്ലെങ്കിൽ അവൻ അവളെ വലിച്ചു കൊണ്ടുപോകും. സുമതിയുടെ കണ്ണുകൾ വല്ലാതെ പേടി നിറഞ്ഞിരിക്കുകയായിരുന്നു. രാത്രി സുമതി തന്റെ കിടക്കയിൽ കിടന്നുകൊണ്ട് അവൾ തന്റെ മകൾ ചവിയെ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. അവൾ പേടിയോടെ ചവിയുടെ തലയിൽ തടവിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് വലിയൊരു കാറ്റ് ശബ്ദത്തോടു കൂടി റൂമിന്റെ ജനാല തുറന്നത്. ടേബിളിന്റെ മുകളിലുണ്ടായിരുന്ന ലാന്തർ വിളക്ക് താഴേക്ക് വീണു. ആ മുറി മുഴുവൻ ഇരുട്ടായി മാറി. സുമതി വേഗം എണീറ്റ് ജനാലയുടെ കതക് മൂടാനായി ചെന്നു. പുറത്ത് നന്നായി മിന്നൽ വെട്ടുകയായിരുന്നു. അവൾ ജനാലയുടെ കതക് അടച്ചിട്ട് പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ മിന്നലിന്റെ വേഗതയിൽ ചവി അവളുടെ പുറകിൽ നിൽക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. അവളുടെ കണ്ണുകൾ മുഴുവനായി വെളുത്തതായി മാറി. അവൾ എനിക്ക് സ്വന്തമാണ്.
അവളെ എന്റെ കയ്യിൽ നീ തന്നേക്ക്. നിന്റെ ഈ ചുമര് എന്നെ ഒരിക്കലും തടയാനാവില്ല. സുമതി ഭയങ്കരമായി നിലവിളിച്ചു. അവിടെ നിന്നും ഓടിച്ചെന്ന് ചവിയെ പിടിച്ചു. അവൾ ചെന്ന് ചവിയെ പിടിച്ചതും തന്നെ ചവി അമ്മയുടെ തോളിലേക്ക് ചാഞ്ഞു. ചവിയുടെ കണ്ണുകൾ വീണ്ടും നോർമലായി മാറി. എന്നിട്ട് അവൾ കരയാൻ തുടങ്ങി. അമ്മേ, എനിക്ക് വല്ലാതെ പേടിയാകുന്നു. ഇരുട്ടത്ത് അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു ഞാൻ അദ്ദേഹത്തിന്റെ മകളാണെന്ന്. സുമതി തന്റെ മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭയങ്കരമായി കരയാൻ തുടങ്ങി. അവൾ വളരെ പേടിയോടെ ജനാലയിൽ കൂടി നോക്കി. അടുത്ത ദിവസം രാവിലെ സുമതി തന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ തന്റെ വീടിന്റെ കതകിൽ നിന്നും മുന്നിൽ വരെ കറുത്ത ചാമ്പൽ കൊണ്ട് ഒരു വര ഇട്ടിരുന്നു. അത് കണ്ടതും അവൾക്ക് സംശയം വന്നു. ഉടനെ അവൾ ആ വര നോക്കി നടക്കാൻ തുടങ്ങി. ആ വരയെ അവൾ പിന്തുടർന്ന് ചെന്ന് കാട്ടിനകത്ത് പഴയ ഒരു ഉണങ്ങിയ മരത്തിനടുത്ത് ചെന്നെത്തി. അവിടെയാണ് ആ വര ചെന്ന് അവസാനിച്ചത്. ആ മരത്തിൽ വൈക്കോല് കൊണ്ട് ചെയ്യപ്പെട്ട ഒരു പാവയുണ്ടായിരുന്നു. സുമതി തന്റെ കൈ കൊണ്ട് അതെടുത്ത് നന്നായി ശ്രദ്ധിച്ചു നോക്കി. ആ പാവയുടെ തലമുടി ശരിക്കും ചവിയെ പോലെ ആയിരുന്നു. അത് കണ്ടിട്ട് സുമതി പേടിച്ചുപോയി. അവൾ കാട്ടിൽ നിന്നും തിരികെ ഓടാൻ തുടങ്ങി. അവൾ ഓടി നേരെ ആ അമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. അവൾ ആ പാവയെ ആ അമ്മയുടെ മുന്നിലേക്ക് വീശി. എന്നിട്ട് അവൾ കരയാൻ തുടങ്ങി. ഇതെന്താണമ്മേ? ഈ പാവ എന്റെ മോളുടെ തലമുടി പോലെയുണ്ട്. എന്നോട് പറയൂ, ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? ആ വയസ്സായ മുത്തശ്ശി ആ പാവയെ നോക്കി. അവരുടെ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. ഇത് മോലോക്ക് ക്ഷണിക്കുന്നതാണ് മോളെ. അവൻ ഏതെങ്കിലും ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവൻ അവരുടെ ആത്മാവിനെ ഇതുപോലെ ഒരു പാവയിൽ കെട്ടിവെക്കുന്നതാണ്. ഇപ്പോൾ ചവിയുടെ ശരീരം ഇവിടെയാണുള്ളത്. പക്ഷേ അവളുടെ മനസ്സ് മോളുവിനടുത്തേക്ക് ചെന്നു കഴിഞ്ഞു. ഇല്ല, ഇതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഇന്ന് തന്നെ എന്റെ മോളെയും കൊണ്ട് ഈ ഗ്രാമത്തിൽ നിന്നും പോകാൻ പോവുകയാണ്. ഒരു പിശാചിനും എന്റെ കുഞ്ഞിനെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. നീ ഇവിടെ നിന്ന് പോയാലും അത് നിന്റെ പുറകെ തീർച്ചയായും വരും. 30 വർഷത്തിന് മുൻപ് എന്റെ മകനെയും അവൻ ഇങ്ങനെയാണ് തിരഞ്ഞെടുത്തത്. ഞാനും ഇവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിച്ചു. പക്ഷെ എനിക്ക് ഈ ഗ്രാമത്തിന്റെ അതിര് പോലും കടക്കാനായില്ല. എന്റെ മോനെ അവൻ എടുത്തുകൊണ്ടുപോയി. ഇനി ഞാൻ എന്ത് ചെയ്യും അമ്മേ? എന്റെ ജീവൻ പോയാലും എന്റെ മോൾക്കൊന്നുമാകാൻ ഞാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറയൂ. ഒരു വഴിയാണുള്ളത്. ഇന്ന് ആ മോലോക്ക് നിന്റെ മോളെ തേടി വീട്ടിലേക്ക് വരും. നീ അവളെ മറച്ചു വെക്കേണ്ടതാണ്. യാതൊരു നിഴലിനും പോകാൻ പറ്റാത്ത സ്ഥലത്ത് നീ ഒളിച്ചു വെക്കണം. ഞാൻ നിന്നെ ഇതിനായി സഹായിക്കാം. സുമതിയിലേക്ക് ഒരു വിശ്വാസത്തിന്റെ വെളിച്ചം വന്നു. രാത്രി സുമതി വീടിന്റെ കതകിനു മുന്നിൽ ഒരു വലിയ അലമാര വലിച്ചു കൊണ്ടുവന്ന് വെച്ചു. അത് ആ കതകിനെ മുഴുവനായി മൂടി മറച്ചിരുന്നു. അവൾ വീട്ടിലുണ്ടായിരുന്ന ജനാലകളെല്ലാം തന്നെ മൂടി വെച്ചു. പിന്നെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ സ്ക്രീനും അവൾ വലിച്ചിട്ടു. ചവി ആ റൂമിന് നടുക്കിരിക്കുകയായിരുന്നു. ചവി, അമ്മയൊന്ന് നോക്കുമോളെ. ഇന്ന് രാത്രി എന്ത് ശബ്ദം കേട്ടാലും ശരി, നീ നിന്റെ കണ്ണ് മൂടിക്കൊണ്ട് തുറക്കാനേ പാടില്ല. നീ എവിടേക്കും പോകരുത്, മനസ്സിലായോ? ചവി അതിനൊരു മറുപടിയും പറഞ്ഞില്ല. സുമതി അവളോട് എന്തോ പറയാൻ വരികയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വീട്ടിലെ ലൈറ്റ് മുഴുവനായി അണഞ്ഞു. സുമതി പേടിച്ച് തന്റെ മകൾ ചവിയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് ആരോ നടന്നു വരുന്ന ശബ്ദം അവൾക്ക് കേൾക്കാൻ തുടങ്ങിയത്. കതകിന്റെ മുന്നിൽ വയ്ക്കപ്പെട്ട ആ വലിയ അലമാര ചെറുതായി അനങ്ങാൻ തുടങ്ങിയിരുന്നു. സുമതി ചവിയെ വീണ്ടും കൂടുതലായി കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് ആ അലമാര കതകിൽ നിന്നും ഒരുപാട് ദൂരെ ചെന്ന് വീണു. ആ കതകും തുറക്കപ്പെട്ടു. പതുക്കെ പതുക്കെ ആരുടെ കാലുകളോ റൂമിനകത്തേക്ക് വന്നു. അത് മറ്റാരുമല്ലായിരുന്നു, അതാ വയസ്സായ മുത്തശ്ശിയാണ്. പക്ഷെ ഇപ്പോൾ അവരുടെ രൂപം മുഴുവനായി മാറിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ മുഴുവനായി കറുത്തതായി മാറിയിരുന്നു. അമ്മേ, നിങ്ങളുടെ കണ്ണൊക്കെ നിങ്ങൾ എന്തിനാ കാണാൻ ഇങ്ങനെ വ്യത്യാസമായിരിക്കുന്നത്? നിങ്ങളല്ലേ പറഞ്ഞത് എന്നെ സഹായിക്കാമെന്ന്? നിങ്ങളുടെ അമ്മ എപ്പോഴോ തോൽവി സമ്മതിച്ചു കഴിഞ്ഞു സുമതി. അതെല്ലാം തന്നെ ഞാൻ നിനക്ക് നൽകിയ മുന്നറിയിപ്പുകളാണ്.
ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞതല്ലേ, അവൾ എന്റെ സ്വന്തമാണെന്ന്. ആ വയസ്സായ മുത്തശ്ശി ഒരു ദുഷ്ടശക്തിയെ പോലെ സുമതിയെ പിടിച്ച് തറയിലേക്ക് തള്ളി. സുമതി ചെന്ന് തറയിലേക്ക് വീണു. അവളുടെ ബോധം നഷ്ടപ്പെട്ടു. ചവി പേടിച്ച് പുറകിലോട്ട് പോയില്ല. അവൾ നേരെ നടന്നു മുന്നിലേക്ക് വന്നു. വയസ്സായ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. രാത്രി പൂർണ്ണമായിരിക്കുന്നു. ഇപ്പോൾ ബലി കൊടുക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടുപേരും അവിടെ നിന്നും പുറപ്പെട്ടു. കുറച്ചു സമയത്തിന് ശേഷം വയസ്സായ മുത്തശ്ശി പഴയ ഭാഷയിൽ മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി. അവരുടെ മുന്നിലായി അതേ അടയാളത്തിന് മുകളിൽ ചവി കിടക്കുകയായിരുന്നു. ആ അടയാളമാണ് സുമതിയുടെ വീടിന്റെ വാതിൽക്കൽ ഉണ്ടായിരുന്നത്. മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങിയതും തന്നെ ചവിയുടെ മേലിൽ നിന്നും ഒരു പ്രകാശം മുകളിലോട്ട് പൊന്തി വന്നു. പതുക്കെ പതുക്കെ ആ പുക തറയിലുണ്ടായിരുന്ന അവളെ മുകളിലേക്ക് പൊക്കിയെടുത്തു. കുറച്ചു സമയത്തിനകം ആ പുക ഒരു ഭയങ്കരമായ രൂപമായി മാറി. അതിന് നീളമുള്ള കൊമ്പുണ്ടായിരുന്നു. രൂപം മനുഷ്യന്റേതുപോലെയായിരുന്നു. കണ്ണുകൾ ചുവന്ന നിറത്തിൽ തിളങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് അവിടേക്ക് സുമതി വന്നെത്തിയത്. എന്റെ മോളെ വിട്ടേക്ക്. സുമതി മുഴുവൻ ബലത്തോടെ ആ അമ്മയുടെ നേരേക്ക് ഓടിച്ചെന്നു. അവരെ ശക്തിയോടെ തള്ളിവിട്ടു. ആ അമ്മ ചെന്ന് നിലത്ത് വീണു. അപ്പോഴാണ് തിളങ്ങുന്ന ആ പുക കാറ്റത്ത് മറഞ്ഞു പോയത്. ചവി തറയിൽ ചെന്ന് വീണു. അപ്പോഴാണ് സുമതി ഓടിച്ചെന്ന് അവളെ പിടിച്ചത്. ചവി, എണീക്ക്, അമ്മ എത്തിക്കഴിഞ്ഞു. ഞാൻ നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് മോളെ. എണീക്ക് മോളെ. പെട്ടെന്ന് ചവി തന്റെ കണ്ണുകൾ തുറന്നു. ഇപ്പോൾ അവൾ പഴയതുപോലെ കൊച്ചുകുട്ടിയായിരുന്നില്ല. അവളുടെ കണ്ണുകൾ ചുവന്ന നിറത്തിൽ തിളങ്ങുകയായിരുന്നു. അവൾ സുമതിയെ നോക്കി ഒരു ഭയങ്കരമായ ചിരി ചിരിച്ചു. നിനക്ക് മനസ്സിലാകുന്നില്ല അമ്മേ, മൂലോക്കിന് എന്റെ ബലി ആവശ്യമില്ല. അത് തനിക്ക് എന്നെ ഒരു പുതിയ പൂജാരിയാക്കി മാറ്റാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. സുമതി അവളെ കണ്ടതും ആകെ ഞെട്ടിപ്പോയിരിക്കായിരുന്നു. നീ എന്താ ഈ പറയുന്നത് ചവി? മൂലോക്കിന് ഒരു ശുദ്ധമായ ഒരു യഥാർത്ഥ അമ്മയാണ് ബലിയായിട്ട് ആവശ്യമുള്ളത്. അവൾ തന്നെ താനെയും പിന്നെ വശീകരിക്കപ്പെടാതെയും ഇവിടേക്ക് വരുന്നവളായും ഇരിക്കണം. അവൻ എന്നെ ഉപയോഗിച്ചത് നിന്നെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണമ്മേ. ഇപ്പോൾ ഞാൻ പോവുകയാണമ്മേ. അവൾ സുമതിയുടെ പുറകിലേക്ക് കൈ കാണിച്ചു. പിന്നെ അവളുടെ കയ്യിൽ തന്നെ തന്റെ ജീവൻ വെടിഞ്ഞു. സുമതി പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയതും അവളുടെ പുറകിലായി മൂലോക് നിൽക്കുകയായിരുന്നു. അതിനെ കണ്ടതും അവളുടെ കണ്ണുകൾ പേടി കൊണ്ട് അങ്ങനെ നിലച്ചു പോയിരുന്നു. മൂലോക് തന്റെ തിളങ്ങുന്ന തടി സുമതിയുടെ നേരേക്ക് നീട്ടി. ഇല്ല!